നമസ്കാരം. ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യമായ രീതിയിലുള്ള വാർത്തകളൊന്നും ഇന്ന് പുറത്തു വന്നിട്ടില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു വിഷ്വൽ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹമാസുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ചില നീക്കങ്ങൾ. യഥാർത്ഥത്തിൽ ഹമാസ് ഒരുപാട് സമയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത്. അതായത് ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം ശക്തമാണ്. ഈ ഒരു സമയത്ത് അവരുമായി നല്ല ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ തെക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹമാസിന്റെ പോരാളികൾ റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു എന്നതാണ് ഒരു വാർത്ത. ഇത് കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര പ്രാധാന്യമുള്ള വാർത്തയല്ല എന്ന്. അതുപോലെ വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ പോരാളികൾ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. നിരവധി സൈനിക ബേസുകൾ ലക്ഷ്യമാക്കിയാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഒരു പ്രമുഖനായിട്ടുള്ള കമാൻഡറെ ഇസ്രായേൽ വകവരുത്തിയിരുന്നു. ഇതിന്റെ പ്രതികാരം എന്നോണമാണ് ഇപ്പോൾ വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി തുടർച്ചയായി ഹിസ്ബുള്ളയുടെ പോരാളികൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആക്രമണങ്ങളും അവരുദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ചെന്ന് പതിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പുറത്തു വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ദൃശ്യം പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ ദൃശ്യം ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഹിസ്ബുള്ള റദ്വാൻ ഫോഴ്സ് എന്ന പേരിലുള്ള ഒരു പുതിയ സൈനിക വിഭാഗത്തെ ഇസ്രായേലിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിന് അകത്തേക്ക് കടന്നു കയറി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ശേഷിയുള്ള ഒരു വിഭാഗത്തെ ഹിസ്ബുള്ള പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരത്തിലൊരു പരിശീലനം നടക്കുന്നുണ്ട്. പുതിയൊരു ഫോഴ്സിന് രൂപം കൊടുക്കുന്നുണ്ട്. പുതിയൊരു ഫോഴ്സിനെ പരിശീലിപ്പിച്ചെടുക്കുന്നുണ്ട്. എത്ര വലിയ കഠിനമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും പിടിച്ചു നിൽക്കാനും യുദ്ധം ചെയ്യാനും അവർക്ക് കഴിയും. വലിയൊരു യുദ്ധത്തിനാണ് ഹിസ്ബുള്ള കോപ്പ് കൂട്ടുന്നത് എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. അമേരിക്കൻ ചാരസംഘടന ഇത്തരത്തിലൊരു നീക്കത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു അജ്ഞാത സ്ഥലത്തെ സൈനികരുടെ ഒരു പരേഡ് ഹിസ്ബുള്ള ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. റദ്വാൻ ഫോഴ്സ് എന്ന പേരിലുള്ള ഒരു പുതിയ മിലിറ്ററി വിങ്ങിന് രൂപം കൊടുത്തിരിക്കുന്നു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല വാർത്തയല്ല. ഈ ദൃശ്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ദൃശ്യമാണ്. അതാണ് ഇന്നത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി എനിക്ക് തോന്നിയത്. മറ്റു വിഷയങ്ങൾ തെക്ക് ഭാഗം ഹമാസും വടക്ക് ഭാഗം ഹിസ്ബുള്ളയും ഏറ്റെടുത്തു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അവർ നിരന്തരം ഏറ്റെടുത്ത പണി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായാലും അതൊന്നും വകവെക്കാതെ വടക്കും തെക്കും കൃത്യമായി ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ ഹമാസും ഹിസ്ബുള്ളയും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ റഷ്യ ഹൂത്തികളുമായി കൈകോർക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നതാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഹൂത്തികൾക്ക് റഷ്യ എന്തും കൊടുക്കും എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ഹൂത്തികളെ പോലെ മനസാന്നിധ്യമുള്ള ആത്മവിശ്വാസമുള്ള ഒരു സൈനിക വിഭാഗത്തെ ഇതുവരെ റഷ്യക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ റഷ്യയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അതായത് റഷ്യക്കൊപ്പം നിൽക്കാൻ ഹൂത്തികളും മനസ്സ് കാണിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഇസ്രായേൽ മനസ്സിലാക്കുക, ഇത്രമാത്രം ഒന്നും രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് ഈ വിഷയം പോകുമായിരുന്നില്ല. ഇറാനെ തൊട്ട് കളിച്ചതാണ് കൂടുതൽ അപകടത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിച്ചത്. ഇറാനെ അടിച്ച സമയത്താണ് ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിച്ചത്. എന്തായാലും ഇറാനെ തൊട്ടപ്പോൾ റഷ്യക്കും അതുപോലെ തന്നെ ഉത്തര കൊറിയക്കും ഒക്കെ ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ തിരിച്ചടിക്കേണ്ട ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. അതിനവർ ഹൂത്തികളെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും റഷ്യയെ പോലൊരു രാജ്യം, ഇവിടെ യുദ്ധതന്ത്രങ്ങൾ നന്നായി അറിയാവുന്ന ഒരു രാജ്യമാണ്. അത്തരത്തിലൊരു രാജ്യം, അത്തരത്തിലുള്ള ആളുകൾ ഹൂത്തികളെ പോലുള്ള ഒരു വിഭാഗത്തെ അംഗീകരിക്കുന്നു, അവരെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇവിടെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഫലസ്തീനെ ദ്രോഹിച്ചവരൊക്കെ പണി ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുനക്ക് ഏറെക്കുറെ തീരുമാനമായി, ഇപ്പോൾ വിശ്രമത്തിലാണ്. ഹൂത്തികളെ തല്ലാനും അതുപോലെ തന്നെ ഫലസ്തീനെ ഇല്ലാതാക്കാനും അമേരിക്കയോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത ഒരു രാജ്യമാണ് ബ്രിട്ടൻ. അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു. സുനക്കിന് നല്ല പണി കിട്ടി. അമേരിക്കയിലും തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ബൈഡനും വീട്ടിലിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ.
എന്തുകൊണ്ടാണ് ഇവിടെ ഈ ബ്രിട്ടനിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ ഫലസ്തീൻ അനുകൂലികൾ ഇങ്ങനെ കൂടുന്നത് എന്ന ഒരു ചോദ്യം കുറച്ച് ദിവസങ്ങളായി ഉയർന്നു കേൾക്കുന്നുണ്ട്. ചിലരൊക്കെ അതിനെ ട്രോളുന്നുമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇസ്രായേൽ ഫലസ്തീനിലെ സിവിലിയന്മാരെ മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഹൂത്തികൾ ഉൾപ്പെടെയുള്ള ഹമാസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ തിരിച്ചടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തിരിച്ചടികളൊക്കെ നടന്ന സമയത്ത് ഒരു സിവിലിയനെ പോലും അവർ ലക്ഷ്യം വെച്ചില്ല എന്നുള്ളതാണ്. ഇനി ആർക്കെങ്കിലും ഒക്കെ പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ കുറഞ്ഞ എണ്ണമാണ്. വേണമെങ്കിൽ സിവിലിയന്മാരെ കൂട്ടത്തോടെ കൊന്നുകളയാം, അവർക്കെതിരെ ബോംബാക്രമണം നടത്താം, മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാം. പക്ഷേ അതൊരു മര്യാദയില്ലാത്ത ഏർപ്പാടാണ്. അതല്ല യുദ്ധം. ആരാണ് ശത്രു? ശത്രുവിനെ മാത്രം ലക്ഷ്യം വെച്ച് അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നതാണ് യുദ്ധത്തിന്റെ ഒരു മര്യാദ. മറ്റത് പിന്നിൽ നിന്നും അതുപോലെ തന്നെ മുന്നിൽ നിന്നുമൊക്കെ നിരപരാധികളായിട്ടുള്ള ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഭീരുക്കളുടെ ഒരു ഇടപാടാണ്. ആ ഇടപാട് ഇവിടെ ഹമാസിന്റെ കയ്യിലും അതുപോലെ തന്നെ ഹൂത്തികളുടെ ഭാഗത്തും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഇടപാടുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ മേന്മ, അവരുടെ ഗുണം. അതേസമയം ഇത്തരത്തിലുള്ള വളരെ മാന്യമായ രീതിയിലുള്ള ഇടപെടൽ അവർ നടത്തുന്നത് കൊണ്ട് തന്നെ അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ ഇവിടെ ഫലസ്തീനെ പിന്തുണക്കുന്ന ആളുകൾക്കുള്ള ജനപിന്തുണ വർദ്ധിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഹൂത്തികളെയൊക്കെ പിന്തുണക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഫലസ്തീനെ എതിർത്ത, ഫലസ്തീനെ ദ്രോഹിച്ച, സാധാരണക്കാരെ കൊന്നൊടുക്കിയ അമേരിക്കൻ ഭരണാധികാരികൾക്കെതിരെ അതുപോലെ തന്നെ ബ്രിട്ടൻ ഭരണാധികാരികൾക്കെതിരെ അവിടുത്തെ ജനങ്ങൾ തന്നെ വിധി എഴുതുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാകുന്നുണ്ട്. ഇസ്രായേലിലും ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ വിധി മറിച്ചാകില്ല എന്നുകൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്.